ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിനാമകീർത്തനം. ഭഗവത് രൂപത്തെ ധ്യാനിക്കുന്നവന് വ്യാമോഹമുണ്ടാക്കുന്ന എല്ലാ ഭേദഭാവനകളും വിട്ടുപോകുന്നു എന്നാണ് 40ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇവിടെ ഭഗവാനെ ശങ്കരനാരായണ മൂർത്തിയായിട്ടാണ് എഴുത്തച്ഛൻ കൽപ്പിച്ചിരിക്കുന്നത്. എല്ലാ ദേവതാമൂർത്തി സങ്കല്പങ്ങളും ഓംകാര രൂപത്തിൽ അടങ്ങുന്നു. അതുകൊണ്ട് ഇവിടെ തവരൂപം ഏകാക്ഷരമെന്ന് കവി എടുത്തു പറയുന്നു. ടങ്കം കുരങ്കവും എടുത്തിട്ടു പാതിയുടൽ, ശംഖം രഥാംഗവുമെടുത്തിട്ടു പാതിയുടൽ, ഏകാക്ഷരം തവഹി രൂപം നിനപ്പവനു, പോകുന്നു മോഹവഴി നാരായണായ നമ. ടങ്കം വെൺമഴു, കുരങ്കമെന്നാൽ മാൻ, ശംഖം ശംഖ്, രഥാംഗം ചക്രം. ഇവിടെ ശങ്കരനാരായണ മൂർത്തിയെയാണ് സങ്കല്പിച്ചിരിക്കുന്നത്. മഴുവും മാനും കയ്യിലേന്തിയ പാതിയുടൽ ശൈവചിഹ്നങ്ങളാണ്. ശംഖും ചക്രവുമെടുത്ത പാതിയുടൽ വൈഷ്ണവ ചിഹ്നങ്ങളുമാണ്. പകുതി ശിവനും പകുതി വിഷ്ണുവും ചേർന്ന ദേവരൂപം ശങ്കരനാരായണ മൂർത്തിയുടേതാണ്. ഒരേ ഈശ്വരനെ തന്നെയാണ് വിവിധ നാമരൂപങ്ങളിൽ ആരാധിക്കപ്പെടുന്നത്. ഉപാസനയ്ക്ക് വേണ്ടിയാണ് ഇഷ്ടദേവതാ സങ്കല്പം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അത് ഏത് ദേവനെ ഭജിച്ചാലും ഫലത്തിൽ ഒരേ ഈശ്വരനെ തന്നെയാണ് ഭജിക്കുന്നത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ വ്യക്തമാക്കിയിരിക്കുന്നു, ഏതേതു ഭക്തൻ ഏതേതു മൂർത്തിയെ ശ്രദ്ധയോടെ ഭജിക്കാൻ ആഗ്രഹിക്കുന്നുവോ അതാത് ഭക്തന്റെ ആ ശ്രദ്ധയെ തന്നെ ഞാൻ ദൃഢമാക്കി തീർക്കുന്നു. മഴുവും മാനും കയ്യിലേന്തുന്ന പകുതി ശരീരവും ശംഖും ചക്രവും എടുത്തിട്ടുള്ള മറ്റേ പകുതിയും ചേർന്ന് ഒന്നായ ഓംകാര രൂപത്തിൽ അങ്ങയെ ധ്യാനിക്കുന്നവന് ഭേദഭാവനകളെല്ലാം വിട്ടുപോകുന്നു. നാരായണ, അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. ടങ്കം കുരങ്കവുമെടുത്തിട്ടു പാതിയുടൽ, ശംഖം രഥാംഗവുമെടുത്തിട്ടു പാതിയുടൽ, ഏകാക്ഷരം തവഹി രൂപം നിനപ്പവനു, പോകുന്നു മോഹവഴി നാരായണായ